അള്ളാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങളെ നയിക്കാനും ചലിപ്പിക്കാനും അതിൽ നിന്ന് മഴ വർഷിപ്പിക്കുവാനും ഒരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുശാസിക്കുന്നതിനനുസരിച്ച് മലക്കുകൾ പെരുമാറുന്നു. കാർമേഘങ്ങൾ അങ്ങനെ ആജ്ഞാനുവർത്തികളായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ വിശുദ്ധ മദീനയിൽ ജൂതന്മാർ തിരുസവിധത്തിലേക്ക് വന്ന ഒരു ചരിത്രം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. തിരുസവിധത്തിൽ വന്നവർ, യാ അബൽ ഖാസിം ഇന്നാ നസ്അലുക അൻ ഖംസതി അഷിയാ. അബുൽ ഖാസിം തിരുദൂതരുടെ വിളിപ്പേരാണ്. അവരങ്ങനെ വിളിച്ചുകൊണ്ട്, അങ്ങയോട് ഞങ്ങൾ 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ, അവയെക്കുറിച്ച് ഒരു നബിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഫൈൻ അംബഅതന ബിഹിന്ന അറഫ്ന അന്നക നബിയ്യുൻ വത്തബഅനാക, ഈ 5 കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ അങ്ങ് നബിയാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കും, അങ്ങേ ഞങ്ങൾ അനുധാവനം ചെയ്യുകയും ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. തിരുനബി പറഞ്ഞു, സലൂനി അമ്മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കൊള്ളുക. വലാകിൻ ഇജ്അലൂലി ദിമ്മത്തല്ലാഹ്, എന്നാൽ നിങ്ങൾ എനിക്ക് അള്ളാഹുവിനുള്ള കരാർ നിശ്ചയിക്കണം. അഥവാ ലൈൻ ഹദ്ദസ്തുക്കും ഷൈഅൻ ഫഅറഫ്തുമൂഹു ലതുതാബിഉന്നി അലൽ ഇസ്ലാം, ഞാൻ നിങ്ങളോട് പറയുകയും അത് നിങ്ങൾ അംഗീകരിക്കുകയും ആയാൽ ഇസ്ലാമിൽ നിങ്ങൾ എന്നെ പിന്തുടരുക തന്നെ വേണം. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു, ഉടമ്പടി തീർത്തു. അങ്ങനെ ചോദ്യങ്ങൾ അവർ 5 ചോദിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ വിഷയം അതാണ് ഇവിടെ ഞാൻ ഉന്നയിക്കുന്നത്. ജൂതന്മാർ ചോദിച്ചത്, അഖ്ബിർന മാ ഹാദർ റഅദു, ഈ റഅദ് എന്താണ് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും. റഅദ് എന്ന് പറഞ്ഞാൽ ഇടിനാദം, അല്ലെങ്കിൽ ഇടിനാദം മുഴക്കുന്നവൻ. റഅദ് എന്നാൽ റാഇദ് എന്ന അർത്ഥത്തിലും ഇവിടെ ഉദ്ദേശമാകാം. ഇടിനാദം മുഴക്കുന്നവൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മലക്കും മിൻ മലായികത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഒരു മലക്കാണ് ഈ റഅദ്. മുവക്കലും ബിസ്സഹാബ്, ആ മലക്ക് കാർമേഘങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവനാണ്. ബിയദിഹി മിഹ്റാഖുൻ, ഈ മലക്കിൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. മിന്നാരിൻ, അത് തീയിനാലാണ്. യസ്ജുറു ബിഹി സഹാബ്, ആ മലക്ക് ആ ആയുധം കൊണ്ട് കാർമേഘത്തെ ഇളക്കുന്നു, വിരട്ടുന്നു. യസൂഖുഹു ഹൈസു അമറല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചിടത്തേക്ക് കാർമേഘങ്ങളെ ഈ മലക്ക് നയിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് തിരുദൂതർ പ്രതികരിച്ചപ്പോൾ ഖാലു, ജൂതർ ചോദിച്ചു, ഫമഹാദ സൗത്തുല്ലദി യുസ്മ, കേൾക്കപ്പെടുന്ന ആ ശബ്ദം അതെന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സജ്റുഹു സഹാബ ഇദാ സജറഹു, കാർമേഘത്തെ ഇളക്കുമ്പോൾ ആ ഇളക്കുന്ന ശബ്ദമാണ്. കാർമേഘത്തെ നയിക്കുമ്പോൾ ആ നയിക്കുന്ന ശബ്ദമാണ്. ഹത്ത യൻതഹിയ ഇലാ ഹൈസു അമറഹു, അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിടത്തേക്ക് ആ കാർമുകിൽ എത്തുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ജൂതർ പറഞ്ഞത്, സദഖത, താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്, സത്യമാണ് എന്നാണ്. പിന്നീട് അവർ അവരുടെ ചോദ്യം തുടർത്തുന്നുണ്ട്. അതൊരു വലിയ സംഭവവുമാണ്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത്, നമ്മൾ കാർമുകിലുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വസ്സഹാബിൽ മുസഖരി ബൈനസ്സമാഇ വൽ അർദ്, ഈ കാർമുകിലുകൾ അത് മുസഖറാണ്, വിധേയമാക്കപ്പെട്ടവയാണ്, ആജ്ഞാനുവർത്തികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമുകിലുകൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കിനെ കുറിച്ചാണ് ഇവിടെ ഈ തിരുമൊഴിയിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ആ മലക്ക് കാർമുകിലുകളെ തെളിക്കുന്നു, നയിക്കുന്നു. അള്ളാഹു എവിടെയാണോ ആ കാർമുകിൽ തണൽ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്, മഴയായി പെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇടിവാള് തീർക്കാനും മിന്നലെറിയാനും ഗർജനം പൊഴിക്കാനും ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് ഈ കാർമുകിലുകളെ നയിക്കുന്ന മലക്കുണ്ട് റാഇദ്. ആ മലക്കിൻ്റെ തെളിക്കുന്ന ശബ്ദം അതാണ് ഇടിവാളായി ശ്രവിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഉലകത്തിൽ ഓരോ സൃഷ്ടിയും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഓരോ അത്ഭുത പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വവും ഗാംഭീര്യവും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു.
അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ കാർമേഘങ്ങളും അതിൽ നിന്നുള്ള ഇടിനാദം പോലുള്ളതായ ശബ്ദങ്ങളും നമ്മോട് പറയുന്നു. ആ വിഷയമാണ് ഈ പ്രമാണവചനങ്ങൾ വിളിച്ചറിയിക്കുന്നതും.